ഉത്തരം ഷാനാണ്. അപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് പത്രങ്ങളിലൂടെയും മീഡിയയിലൂടെയും കാണുന്നതാണ് കാടുകളിൽ നിന്ന് അനിമൽസ് ഇറങ്ങിയിട്ട് കൃഷിയും ആൾക്കാരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള വീഡിയോസ്. എന്താണ് ഇതിന് കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. കേരളത്തിലെ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇന്ന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പ്രധാനമായും നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ കാട്ടുവാന കൃഷിയിടങ്ങൾ നശിപ്പിക്കാനും വീടുകൾ തകർക്കാനും പ്രധാന കാരണം. വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് ഇത് കൂടുതൽ. 2026 മാർച്ച്. വയനാട്ടിലെ മൂടക്കൊല്ലി, നടവയൽ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമായി തുടരുന്നു. മാർച്ച് ആദ്യവാരം സുൽത്താൻ ബത്തേരിക്ക് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു കർഷകൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ നടവയൽ ടൗണിന് സമീപമുള്ള കൃഷിയിടങ്ങളിൽ രാത്രികാലങ്ങളിൽ ആനകൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു. മുട്ടിക്കൊമ്പൻ, വയനാട് ജനവാസ മേഖലകളിൽ നിരന്തരമിറങ്ങി സൈക്കിളുകളും വസ്ത്രങ്ങളും മറ്റും നശിപ്പിക്കുന്ന മുട്ടിക്കൊമ്പൻ എന്ന ആനയെ പിടികൂടാനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചു. ആനയെ തളയ്ക്കാനുള്ള കൂട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗൂഡല്ലൂർ, കേരള അതിർത്തി. മാർച്ച് 15 ഗൂഡല്ലൂരിലെ ദേവർഷോലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 തോട്ടം തൊഴിലാളികൾ നിംഗരാജ, രവി കൊല്ലപ്പെട്ടു. സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇവർ ആക്രമിക്കപ്പെട്ടത്. തൃശൂരിലെ പീച്ചി മേഖലയിൽ ഫെബ്രുവരി മാസത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ചേലക്കരയിൽ കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം പൊട്ടി വനം വകുപ്പ് വാച്ചർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 12 ചിമ്മിനി ഉൾക്കാട്ടിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചറായ കുമാർ, 42, കൊല്ലപ്പെട്ടു. എച്ചിപ്പാറ ആദിവാസി കോളനി നിവാസിയാണ് ഇദ്ദേഹം. മരണനിരക്ക് കഴിഞ്ഞ 6 വർഷത്തിനിടെ കേരളത്തിൽ 744 കാട്ടാനകൾ ചരിഞ്ഞതായും ഇതിൽ 10% മനുഷ്യമൃഗ സംഘർഷം മൂലമാണെന്നും വനം വകുപ്പിന്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സുരക്ഷാ നിർദ്ദേശങ്ങൾ. വന്യജീവി സങ്കേതങ്ങൾക്ക് സമീപം താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും വനം വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ജലക്ഷാമം കാരണം ആനകൾ കാടിറങ്ങാൻ സാധ്യത കൂടുതലാണ്. കേരളത്തിലെ വനാതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലേക്ക് കാട്ടാനകൾ വീണ്ടും തിരിച്ചെത്തുന്നതിനെക്കുറിച്ചുള്ള 2026 മാർച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ. വേനൽക്കാലം ആരംഭിച്ചതോടെ വനത്തിനുള്ളിലെ ജലക്ഷാമവും ഭക്ഷണത്തിന്റെ കുറവുമാണ് ആനകളെ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് ആകർഷിക്കുന്നത്. വയനാട് തുടരുന്ന കാട്ടാന ഭീതി. വയനാട്ടിലെ പല ഗ്രാമങ്ങളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. മൂടക്കൊല്ലി ആൻഡ് നടവയൽ. സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള മൂടക്കൊല്ലി, നടവയൽ ഭാഗങ്ങളിൽ കാട്ടാനകൾ സ്ഥിരമായി നാട്ടിലിറങ്ങുന്നു. നേരത്തെ കൃഷിയിടങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആനകൾ ഇപ്പോൾ ടൗണുകളിലും പ്രധാന റോഡുകളിലും പകൽ സമയത്ത് പോലും പ്രത്യക്ഷപ്പെടുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു. രാത്രികാല കർഫ്യൂ. ആനപ്പേടി കാരണം നടവയൽ മേഖലയിലെ പലയിടങ്ങളിലും ആളുകൾ വൈകുന്നേരത്തിന് ശേഷം പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ്. രാത്രിയിൽ കാടിറങ്ങുന്ന ആനകൾ പുലർച്ചെ റോഡുകളിലൂടെയാണ് തിരികെ പോകുന്നത്. കൃഷിനാശം. കപ്പ, വാഴ, ചക്ക എന്നിവ ലക്ഷ്യമിട്ടാണ് ആനകൾ എത്തുന്നത്. ചക്കയുടെ ഗന്ധം ആനകളെ ആകർഷിക്കാതിരിക്കാൻ പ്ലാവിലെ ചക്കകൾ ചാക്കിട്ടുമൂടി സംരക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പല കർഷകരും. ഇടുക്കി കാടിറങ്ങുന്ന ആനക്കൂട്ടം. ശാന്തൻപാറ ആൻഡ് ചിന്നക്കനാൽ. ഇടുക്കിയിലെ ശാന്തൻപാറയിൽ കഴിഞ്ഞ ആഴ്ച 9ഓളം കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി. തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഒരു അതിഥി തൊഴിലാളി ആനക്കൂട്ടത്തിനു മുന്നിൽപ്പെട്ടെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. റേഷൻ കടകൾക്ക് നേരെയുള്ള ആക്രമണം. അരിയുടെ ഗന്ധം പിടിച്ചെത്തുന്ന ആനകൾ വീടുകളും റേഷൻ കടകളും തകർക്കുന്നത് ഇടുക്കിയിൽ വലിയ പ്രശ്നമായി തുടരുന്നു. കാരണങ്ങളും പുതിയ വെല്ലുവിളികളും. 1. ജലക്ഷാമം. കാടിനുള്ളിലെ കുളങ്ങളും അരുവികളും വറ്റുന്നത് ആനകളെ നാട്ടിലെ ജലസ്രോതസ്സുകളിലേക്ക് നയിക്കുന്നു. 2. ഭക്ഷണ ലഭ്യത. കാടിനേക്കാൾ എളുപ്പത്തിൽ പോഷകഗുണമുള്ള ഭക്ഷണം, കൃഷിയിടങ്ങൾ നാട്ടിൽ ലഭിക്കുന്നത് ആനകളെ വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്നു. 3. ഫെൻസിംഗിലെ തകരാറുകൾ. പലയിടങ്ങളിലും സൗരോർജ്ജ വേലികൾ, സോളാർ ഫെൻസിംഗ്. ആനകൾ മരങ്ങൾ പിഴുതിട്ടും മറ്റും തകർക്കുന്നത് വനം വകുപ്പിന് വലിയ വെല്ലുവിളിയാണ്.